എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഇന്നലത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയുന്നത്. ബാലചന്ദ്രൻ ഹോസ്പിറ്റലിൽ എത്തി ഗോവർദ്ധനോട് സംസാരിക്കുകയാണ്. അപ്പോൾ ഗോവർദ്ധൻ ബാലചന്ദ്രനോട് പറയുന്നുണ്ടായിരുന്നു, വൈജിച്ചിയുടെ കാറ് ഏതോ ഒരു ഡിവൈഡറിൽ തട്ടിയിട്ട് 2-3 തവണ മലക്കം മറിഞ്ഞു എന്നാണ് അവിടെ കണ്ടു നിന്നിരുന്ന ആൾക്കാരെല്ലാം പറഞ്ഞത് എന്ന് പറയും. അപ്പോൾ വൈജിക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലാണ് എന്നൊക്കെ ഗോവർദ്ധൻ പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അലീനയാണെങ്കിലും മനുവിനെ വിളിക്കുന്നുണ്ടായിരുന്നേ. എന്നിട്ട് മനുവിനോട് ചോദിക്കുന്നുണ്ട്, മനുവേട്ടന് എന്തെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അറിഞ്ഞു എന്ന് പറയാം. അപ്പോൾ എന്താ മനുവേട്ടൻ അറിഞ്ഞത്, എന്നോടും കൂടെ ഒന്ന് പറയേ എന്ന് പറയും. അപ്പോൾ അങ്ങനെ ആൻറ്റി ആക്സിഡൻറ്റ് പറ്റി ഹോസ്പിറ്റലാണെന്ന് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അത്രേ എനിക്ക് അറിയുള്ളൂ എന്ന് അലീനയും പറയുന്നുണ്ട്. അതുപോലെ തന്നെ മനുവും പറയാണ് കേട്ടോ. എന്തായാലും മനു ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. പിന്നെ കോള് കട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഗോവർദ്ധനും ബാലേന്ദ്രനും കൂടെ സംസാരിക്കുക തന്നെയാണ്. വൈദ്യയുടെ സ്ഥിതിയാണെങ്കിൽ കുറച്ച് മോശമാണ്. ഒരുപാട് പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട്. കൈയും കാലും ഒടിഞ്ഞിട്ടുണ്ട്, നട്ടെല്ല് ഒടിഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ഹെഡ് ഇഞ്ചറി ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല പ്രശ്നത്തിലാണ് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് രക്ഷപ്പെടില്ലേ എന്ന്. അപ്പോൾ എന്നെ അങ്ങനെ പൊട്ടനാക്കിയിട്ട് പിന്നെ അങ്ങനെ അങ്ങ് രക്ഷപ്പെട്ട് പോകാൻ പറ്റുമോ? അപ്പോൾ ഇനി ഒരുപാട് ഇങ്ങനെ അറിയാനും ഉണ്ട് അനുഭവിക്കാനും ഉണ്ട് എന്നൊക്കെയാണ് കേട്ടോ ബാലേന്ദ്രൻ പറയുന്നത്. അപ്പോൾ ഡോക്ടർമാർക്ക് പോലും ഒരു പ്രതീക്ഷ ഇല്ലാത്ത പോലെയാണ് അവരുടെ സംസാരം എന്നൊക്കെ ഗോവർദ്ധൻ ബാലേന്ദ്രനോട് പറയുകയാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ തളർന്നു പോകരുത് ഏട്ടൻ, ഇങ്ങനെ ധൈര്യം വേണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഇങ്ങനെ ഗോവർദ്ധൻ ബാലേന്ദ്രനെ ഇതാക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് ശിവനും രാജീവനും ഒക്കെ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ വൈജയനെ കണ്ടോ എന്നൊക്കെ ചോദിക്കും കേട്ടോ ബാലേന്ദ്രനോട്. അപ്പോൾ കണ്ടില്ലേ, ഓപ്പറേഷൻ തിയേറ്ററിലാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നീട് വൈജയാണെങ്കിലും പിണങ്ങി പോകുന്നതാണല്ലോ, ആ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ. സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ബാലേന്ദ്രനാണെങ്കിലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ വൈജ അങ്ങനെ കാറെടുത്ത് പോകുന്നതൊന്നും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അത് കുറച്ച് ദേഷ്യത്തിലാണ് കേട്ടോ ശിവനും ബാലേന്ദ്രനും കൂടെ ഒക്കെ സംസാരിക്കുന്നത്. അപ്പോൾ അതിനേക്കാളും വലിയ ഇത് അറിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ശിവനാണെങ്കിലും പറയുകയാണ്. എന്തായാലും പിന്നീട് സംസാരിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഡോക്ടറുടെ റൂമിലേക്ക് ചെല്ലുന്നുണ്ടായിരുന്നു. അവരാണെങ്കിലും ഡോക്ടറുടെ റൂം അവിടെയാണ്, ഡോക്ടറോട് ചോദിച്ച കാര്യങ്ങൾ അറിയാമെന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ ഡ്യൂട്ടി ഡോക്ടറുടെ റൂമൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് അവർ ഡോക്ടറോട് സംസാരിക്കുകയാണ്. അപ്പോൾ ഡോക്ടറും പറയുന്നുണ്ടായിരുന്നു, ഇപ്പോഴും ഇങ്ങനെ സർജറി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 6-5 സർജന്മാർ ചേർന്നിട്ടാണ് ഇങ്ങനെ സർജറി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരുപാട് മണിക്കൂറുകൾ എടുക്കും സർജറി തീരാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയുന്നു. അവരോട് ശുഭാപ്തി വിശ്വാസം കൈവിടണ്ട എന്നൊക്കെ പറഞ്ഞ്, എന്തായാലും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും പറ്റില്ല, നല്ല ട്രീറ്റ്മെൻറ്റ് തന്നെ കിട്ടും എന്നൊക്കെ പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ച് പറഞ്ഞയക്കുന്നുണ്ട് ഡോക്ടറാണെങ്കിലും. പിന്നീട് അലീന ബാലചന്ദ്രനെ വിളിക്കുന്നു കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോഴും ബാലചന്ദ്രൻ ഇങ്ങനെ വൈജയ്ക്ക് ഇത്രയും സീരിയസ് ആണെന്നുള്ള കാര്യമൊന്നും അലീനയോട് പറയുന്നില്ല കേട്ടോ. ഓപ്പറേഷൻ തിയേറ്ററിലാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. എന്നിട്ട് ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട്, മോള് കിടന്നുറങ്ങിക്കോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛൻ വിളിച്ചോളാം, അച്ഛൻ ഇവിടെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അലീനനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അലീനയാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു, എനിക്ക് എങ്ങനെ ഉറങ്ങാൻ പറ്റും, എനിക്കിനി മാഡത്തിനൊരു കുഴപ്പമില്ല എന്ന് അറിയുന്ന വരെ ഉറങ്ങാനൊന്നും പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ രോഹിത്തും ബബിത ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ എന്താ പറയേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ ഹോസ്പിറ്റലാണെന്ന് മാത്രം പറഞ്ഞേക്ക് എന്ന് പറയൂ കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് മുത്തശ്ശീനെ കാണിക്കുന്നു. മുത്തശ്ശിക്കാണെങ്കിലും രാത്രി വണ്ടി പോവുകയും വരികയൊക്കെ ചെയ്യുകൊണ്ട് അത്ര ഉറക്കമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കമല റൂമിലേക്ക് വരുമ്പോൾ എന്താടി ഭയങ്കര ശബ്ദം കേട്ടത്, വണ്ടി കാറ് വരികയും പോവുകയും എന്തൊക്കെയോ ബഹളങ്ങൾ കേട്ടല്ലോ എന്ന് പറയും. അപ്പം അമ്മ ഒന്നും അറിഞ്ഞില്ലേ എന്ന് ചോദിക്കും കേട്ടോ. എന്നിട്ട് വൈജയ്ക്ക് ആക്സിഡൻ്റ് ആയ കാര്യമൊക്കെ പറയുമ്പോഴേക്കും മുത്തശ്ശിക്ക് അങ്ങ് സങ്കടം വന്ന് മുത്തശ്ശി കരയാനായിട്ട് തുടങ്ങും. എന്താ പറ്റിയത്, ഇന്നലെയും കൂടെ എന്നോട് സംസാരിച്ചിട്ട് പോയതാണല്ലോ എൻ്റെ മോള്, ഭഗവാനെ അവൾക്കൊന്നും പറ്റരുത് എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നേ. അത് പറഞ്ഞിട്ട് കമല അവിടെ നിന്ന് അങ്ങ് പോകും കേട്ടോ. കമലയ്ക്ക് നല്ല ഉറക്കത്തിൻ്റെ ഇതിലാണ്. അത് കഴിഞ്ഞ് പിന്നീട് പിറ്റേ ദിവസം രാവിലെയാണ് ബബിത ഉറക്കം എണീറ്റ് താഴേക്ക് വരുന്നു. എന്നിട്ട് കൃഷ്ണമോളോട് നെയിൽ കട്ടർ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. കൃഷ്ണമോളാണെങ്കിൽ ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്തില്ല, അമ്മയുടെ അടുത്ത് ഉണ്ടോ എന്ന് ചോദിച്ചു നോക്കുമെന്ന് പറയും. അപ്പോൾ ബബിതയാണെങ്കിൽ വൈജയന്തിയുടെ റൂമിലേക്ക് പോകുന്നു. എന്നിട്ട് അവിടെയൊന്നും കാണാനില്ലാത്തതുകൊണ്ട് അമ്മയെ അമ്മയെന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും രോഹിത് ഇറങ്ങി വന്ന് സ്റ്റെയർ കേസിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ആരോടോ ചാറ്റ് ചെയ്യാണ് കേട്ടോ. ഇന്നലെ ഞാൻ നേരത്തെ കിടന്നു, അതുകൊണ്ട് നിൻ്റെ മെസ്സേജ് കണ്ടില്ല, സോറി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അമ്മേനെ കണ്ടോ എന്ന് ചോദിച്ചിട്ട് ബബിത അങ്ങോട്ടേക്ക് വരും കേട്ടോ. അപ്പോൾ രോഹിത് പറയുന്നുണ്ടായിരുന്നു, അമ്മ അങ്ങനെ പുറത്ത് പോയി കാണും എന്ന് പറയും. അപ്പോൾ അമ്മ ഇത്ര രാവിലെ എങ്ങനെ പുറത്ത് പോകാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ബബിതയാണെങ്കിലും. എന്നിട്ട് കൃഷ്ണമോളാണെങ്കിലും പുറത്തേക്ക് പോയി നോക്കുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരുടെയും കാറൊന്നും അവിടെ കാണാനില്ല കേട്ടോ. എന്നിട്ട് തിരിച്ച് വന്നിട്ട് രോഹിത്തിനോട് ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ മുകളിലെ റൂമിലുണ്ടോ നോക്കാനായിട്ട് പറയും. അപ്പോഴേക്കും രോഹിത്ത് മുകളിൽ പോയി നോക്കിയിട്ട് പറയും, അച്ഛൻ്റെ റൂം തുറന്ന് കിടക്കുകയാണ്, അവിടെയൊന്നും ഇല്ല എന്ന് പറയും. എന്നിട്ട് ഞാൻ അലീന ചേച്ചിനോടൊന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അലീനയുടെ അടുത്തേക്ക് കൃഷ്ണമോൾ ചെല്ലും കേട്ടോ. അപ്പോൾ അലീനയാണെങ്കിലും റൂമിൽ വിഷമിച്ചിങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും പിന്നീട് കൃഷ്ണമോളോടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു.
വൈജയന്തിക്ക് ഇങ്ങനെ ആക്സിഡൻ്റ് ആയ കാര്യമെല്ലാം അലീന കൃഷ്ണമോളോട് പറയാണ് കേട്ടോ. അപ്പം അമ്മയ്ക്ക് എന്നാ പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. മോള് വിഷമിക്കൊന്നും ചെയ്യരുത്, അമ്മ തിരിച്ചു വരും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചിയുടെ ഫോണൊന്ന് കാണിച്ചേ എന്ന് പറഞ്ഞിട്ട് പിന്നീട് ബാലേന്ദ്രനെ വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രനാണെങ്കിലും മോളെ ഞാൻ ഹോസ്പിറ്റലിലാണെന്ന് പറയും. അപ്പോൾ അമ്മ അടുത്തുണ്ടെങ്കിൽ ഒന്ന് കൊടുക്കുക വെച്ചാന്ന് ഇങ്ങനെ ചോദിക്കും കേട്ടോ. കൃഷ്ണമോളാണെങ്കിലും അമ്മ ഓപ്പറേഷൻ തിയേറ്ററിലാണ്, ഇപ്പോൾ കൊടുക്കാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ കൃഷ്ണമോള് എന്താ പറ്റിയത് അമ്മയ്ക്ക് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്നൊന്നും അറിയില്ല, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയതാണ് എന്നൊക്കെ ഇങ്ങനെ ബാലേന്ദ്രനാണെങ്കിലും കൃഷ്ണമോളോട് പറയുന്നത്. അത്രയ്ക്കും സീരിയസ് ആയ കാര്യമൊന്നും അലീനയോടും കൃഷ്ണമോളോടും പറയുന്നില്ല കേട്ടോ ബാലേന്ദ്രൻ. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് വന്നോട്ടെ, രോഹിയേട്ടനെ കൂട്ടി വരാമെന്നൊക്കെ കൃഷ്ണമോൾ പറയുമ്പോൾ വേണ്ട, അച്ഛൻ വന്ന് കൊണ്ടുവന്നോളാം എന്ന് പറയും. എന്നിട്ട് കൃഷ്ണമോൾ ഞാൻ ഈ കാര്യം ബബിതേച്ചിനോടും രോഹിയേട്ടനും കൂടെ ഒന്ന് പോയി പറയട്ടെ എന്ന് പറയും കേട്ടോ. അപ്പോൾ അവരത് കേൾക്കുന്ന സമയത്ത് ആകെ ഷോക്കാവാണ്. അപ്പോൾ അമ്മ എപ്പോഴാണ് ഇറങ്ങിപ്പോയത് ഒന്നും അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാം അവൾ കാരണമാണെന്ന് ഇങ്ങനെ പറയൂ കേട്ടോ. നിന്നോട് ആരാ ഈ കാര്യം പറഞ്ഞ്, അലീനയാണോ എന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറയും. പിന്നെ അച്ഛനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അച്ഛൻ വിളിച്ച് പറഞ്ഞാണെന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ എല്ലാം അവൾ കാരണമാണെന്ന് പറയുമ്പോൾ ആരെ അലീന ചേച്ചി കാരണോ എന്ന് ഇങ്ങനെ കൃഷ്ണമോൾ ചോദിക്കും കേട്ടോ. അപ്പോൾ അതെ, അവൾ കാരണം തന്നെയല്ലേ അമ്മ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതെന്ന് പറയുമ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ടായിരുന്നു അല്ല, ഇങ്ങനെ അമ്മ കാരണം തന്നെയാണ് എന്ന് പറയും. അപ്പോൾ നീ ഇനിയും അമ്മ ഇങ്ങനെ സ്വന്തം അമ്മ ഇങ്ങനെ ആക്സിഡൻ്റ് ആയി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴും അവളെ ഇതാക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് ബബിത ദേഷ്യപ്പെട്ട് അവിടുന്ന് പോകും കേട്ടോ. പിന്നീട് ശിവനും രാജീവനും മനും കൂടെ സംസാരിക്കുകയാണ്. ബാലേന്ദ്രൻ ഡോക്ടറോട് സംസാരിക്കാൻ വേണ്ടി ഡോക്ടറുടെ റൂമിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ മനു ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾക്കും കൂടെ അങ്കിളിൻ്റെ കൂടെ ഡോക്ടറുടെ റൂമിലേക്ക് പോയിക്കൂടായിരുന്നു എന്ന്. അപ്പോൾ ശിവൻ പറയുന്നുണ്ടായിരുന്നു ബാലേന്ദ്രൻ ആ റൂമിലുള്ളപ്പോൾ അങ്ങോട്ടേക്ക് പോവില്ല എന്നാണ് പറയുന്നത്, നിങ്ങളെല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട സമയമല്ലേ ഇത് എന്നൊക്കെ മനു ചോദിക്കുമ്പോൾ ശിവൻ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ ശിവൻ ഇങ്ങനെ മനുവിനോട് പറയുന്നുണ്ടായിരുന്നു അയാളൊരു ചെറ്റിയാണ്, ഇനിയെങ്കിലും നീ അയാളെ താങ്ങുന്നത് അങ്ങ് നിർത്തിക്കോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അയാൾ കല്യാണത്തിന് മുന്നേ അയാൾക്ക് ഒരു സ്ത്രീയായിട്ട് ബന്ധമുണ്ടായിരുന്നു, എന്നിട്ട് അതിൽ ജനിച്ച കുഞ്ഞിനെ സ്വന്തം ഭാര്യയുടെ മക്കളുടെ മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് ഇപ്പോൾ അയാൾ ഇതാക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുകയാണ് കേട്ടോ. അപ്പോൾ മനെ തിരിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു അത് അങ്കിള് ഇങ്ങനെ കെട്ടിച്ചമച്ച വെറും കഥയാണെങ്കിലോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും ശിവനും രാജീവനും അങ്ങ് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല, വെറുതെ മലർന്ന് കിടന്ന് തുപ്പുന്നതെന്ന് പറയും. അപ്പോൾ രാജീവൻ്റെ ഒരു സംശയം, ഇനിയിപ്പോൾ അവൻ പഴയ കാര്യങ്ങൾ അറിഞ്ഞിട്ട് പ്രതികാരം ചെയ്യുന്നതാണോ അങ്ങനെ വൈജയനോട് എന്നൊക്കെ പറഞ്ഞ് സംശയമുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നലത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് അത് കഴിഞ്ഞ് ശിവൻ ഇങ്ങനെ കമലേനെ വിളിച്ചിട്ട് അലീനേനെ അവിടുന്ന് പുറത്താക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഇനി ഇതിലും നല്ലൊരു അവസരം നമുക്ക് കിട്ടിയെന്ന് വരില്ല, ബാലചന്ദ്രൻ എന്തായാലും ഇപ്പോൾ ഹോസ്പിറ്റലാണ്, അങ്ങോട്ടേക്കൊന്നും വരില്ല, അതുകൊണ്ട് അവളെ പുറത്താക്കണം, ഹരിനെയും കൊണ്ട് പോയിക്കോന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കടപ്പാട്ടൂരിലേക്ക് എത്തുന്നുണ്ട് കമല. കൃഷ്ണമോളോട് പറയുന്നുണ്ടായിരുന്നു അലീനനെ താങ്ങുന്ന പരിപാടി ഇന്നത്തോടുകൂടി നിർത്തിക്കോ, അവളെ ഇവിടുന്ന് പുറത്താക്കുക എന്ന് പറയും. അപ്പോൾ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട് നിങ്ങളെന്താ രാജാക്കന്മാരും രാജ്ഞിമാരുമാണോ പുറത്താക്കാൻ വേണ്ടിയിട്ട്, വെറുതെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് കൂട്ടണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അലീനയുടെ ബാഗും എല്ലാം എടുത്ത് കമല പുറത്തേക്ക് ഇടുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ രോഹിത്താണെങ്കിലും അലീനയുടെ അടുത്തേക്ക് എന്തോ ഒരു പ്രതികാരത്തിന് ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രമോല് കാണിച്ചിട്ടുണ്ടായിരുന്നത്.